നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അഥവാ EVM ജനാധിപത്യ സുതാര്യത ഉറപ്പുവരുത്താനുള്ള മാധ്യമമോ അതെയോ ജനാധിപത്യ മാരണമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് EVM പ്രതിക്കൂട്ടിലേറുന്നത്. EVM ഉയർത്തുന്ന സുതാര്യ സാധ്യതകളും അപകട കെണികളുമാണ് ഞാൻ മലയാളിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോസഫ് സി മാത്യു, IT വിദഗ്ധൻ, ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ DGP, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, KPCC നിർവാഹക സമിതി അംഗം, ബിജുമോൻ E സുകുമാരൻ, സൈബർ എക്സ്പെർട്ട്, കേരള പോലീസ്, സുനിൽ TT, സൈബർ വിദഗ്ധൻ. കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ P കമാൽകുട്ടി, മുൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, റിട്ടയർഡ് IAS. ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ P പുരുഷോത്തമൻ, മുൻ RSS പ്രചാരകനും BJP ഡൽഹി സംസ്ഥാന നിർവാഹക സമിതി അംഗവും. ശ്രീ ജോസഫ് മാത്യു, EVM പ്രതിക്കൂട്ടിലേറുകയാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒട്ടേറെ സുതാര്യതയുടെ തലങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന EVM ആണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത്. എങ്ങനെ കാണുന്നത്? യഥാർത്ഥത്തിൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് തന്നെയുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതെല്ലാം സുതാര്യമാണ്, അതോടുകൂടി അഴിമതി അവസാനിപ്പിക്കാൻ കഴിയുന്നു, അതോടുകൂടി എല്ലാ തരത്തിലുള്ള മാനിപ്പുലേഷൻസും അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നൊക്കെ ഉള്ളൊരു ധാരണ പക്ഷമാണ്. ഇത് നമ്മൾ കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞ് നമ്മൾ നാട്ടുകാർ കേട്ടിട്ടുള്ളതാണ്. മനുഷ്യർ ഡെവലപ്പ് ചെയ്യുന്ന ജാതകം പോലെയല്ല, ഇത് ഫുൾ പ്രൂഫാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഗവർണൻസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അതും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ചില സാധ്യതകൾ തുറന്നു തരുന്നു എന്നല്ലാതെ ഇത് നല്ല രീതിയിൽ ചെയ്യാനും അത് മറിച്ച് ഇത് കറപ്ഷന് വേണ്ടി ഉപയോഗിക്കാനുമുള്ള സാധ്യത ഈ സാങ്കേതിക വിദ്യ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ മാത്രമാണ് ഇതൊരു ഓഡിറ്റിങ്ങിന് വിധേയമാകുക. മെഷീന്റെ പിന്നിലുള്ള ഹസ്തങ്ങളായിരിക്കും ഒരു പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത്. അതെ, പ്രോഗ്രാം എഴുതുന്ന ആൾക്കാർക്ക് നിയന്ത്രിക്കാവുന്ന എന്തും ചെയ്യാവുന്ന തരത്തിൽ ആ പ്രോഗ്രാം കാണാൻ പറ്റില്ല എങ്കിൽ അത് എല്ലാ സാധാരണക്കാരനും അത് വായിച്ച് മനസ്സിലാകണം എന്നില്ല. നമ്മുടെ ഒരു കുട്ടി പകല് തെരുവിലൂടെ നടക്കുമ്പോൾ സുരക്ഷിതമാണെന്നും രാത്രിയിൽ അതേ തെരുവിലൂടെ നടക്കുമ്പം സുരക്ഷിതമല്ല എന്നും കരുതുന്നതിൻ്റെ കാര്യം അവിടെ നമ്മളെ സൊസൈറ്റിയെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരാകണമെന്നോ ഇത് വായിച്ച് മനസ്സിലാക്കണമെന്നോ ഇല്ല, പക്ഷേ ഇത് പരിശോധിക്കാൻ കഴിയുന്നതാവണം. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും പറയുന്നത് ഇത് പരസ്യപ്പെടുത്തുന്നത് ഇതിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നാണ്. അത് ഒരു തരത്തിൽ സത്യവുമാണ്. കാരണം പൂർണ്ണമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്താവുന്ന ഒരു തരത്തിലും നുഴഞ്ഞു കയറാൻ പറ്റാത്ത ഒരു കോഡില്ല എന്നറിയാവുന്നതിൽ നിന്നാണ് അവരത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ഗോപ്യമായി വെക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ നമ്മുടെ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ പ്രോഗ്രാം എഴുതുന്നത് ഒരു വൺ ടൈം പ്രോഗ്രാമുകളായിട്ട് ഒരിക്കലും അവിടെ എഴുതി വെക്കുകയാണ്. അത് തിരിച്ചെടുത്ത് വായിച്ചു നോക്കാനുള്ളൊരു സംവിധാനമില്ല. അങ്ങനെ ചെയ്യുന്നത് ജപ്പാനിലുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ്. അത് ജപ്പാൻ ആയതുകൊണ്ടോ സ്വകാര്യ കമ്പനി ആയതുകൊണ്ടോ മാത്രമല്ല ഞാൻ പറയുന്നത്. അത് ഏതാനും ചില എംപ്ലോയീസിന് വേണ്ടി അവർക്ക് മാത്രം അറിയാവുന്ന അല്ലെ ഏതാനും കുറേ വ്യക്തികൾക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യം മുഴുവൻ അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഞാൻ തിരിച്ചു വരാം ജോസഫ് മാത്യു. നമ്മോടൊപ്പം ശ്രീ കമാൽകുട്ടി, താങ്കൾ ഒരുപാട് കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് എന്താ പറയാ അധ്യക്ഷം വഹിച്ച ചുക്കാൻ പിടിച്ച ഒരാളാണ്. താങ്കളാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് എന്താ പറയാ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ആള്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടൊപ്പം തന്നെ താങ്കളും മുൻകാല പ്രാബല്യത്തോടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നാണ് ജോസഫ് സി മാത്യു പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പേരിൽ ഇവിടെ അരങ്ങേറുന്നത് ഒരു തരത്തിലുള്ള അബ്സർഡ് ഡ്രാമയാണ്.
എഡ്വേർഡ് ആൽബിയുടെ പ്രസിദ്ധമായ ഡ്രാമയുടെ പേരറിയാലോ, ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ്. അതിന് VK നൽകിയ തർജ്ജമയും അറിയാലോ ശീർഷകത്തിന്, വെള്ളായണി അർജുനെ ആർക്കാണ് പേടി. ഇപ്പോൾ ഇതിലും എനിക്കറിയാം, ഇപ്പോൾ അരങ്ങേറിക്കൊണ്ട ഡ്രാമയുടെ പേര് ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് EVM. അതിൻ്റെ തർജ്ജമ ഞാൻ പറയുന്നില്ല, അവസാനത്തേക്ക് മാറ്റി നോക്കിയാണ്. ഇവിടെ ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞ മാതിരി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രതിക്കൂട്ടിൽ ഇപ്പോൾ അല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 1996 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മുതൽ അത് പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല അത് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഹാക്കത്തോണിൽ സെയ്ദ് ഷൂജ എന്ന് അയാളുടെ പേര് അതാണെന്ന് അവർക്കറിയാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ കുറേ വെഡിത്തങ്ങൾ വിളമ്പി. അതാണ് ഇതിനെ ഇപ്പോഴുള്ള ചർച്ചയ്ക്കൊക്കെ തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഡിത്തമാണ്, അതിലൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു അതാരും വിശ്വസിച്ചിട്ടില്ല. അതിൽ വെടിവെപ്പുണ്ട്, പലായനമുണ്ട്. ഒരു കാര്യം മാത്രമില്ല, ഹണി ട്രാപ്പും സെക്സും മാത്രമില്ല, ബാക്കിയെല്ലാം ഒരു ത്രില്ലറിന് എന്തെല്ലാം ചേരുവകൾ വേണമോ ആ ചേരുവകളൊക്കെ അതിലുണ്ട്. ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എൻ്റെ ന്യായാന്യായതകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇലക്ഷന് അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. 1 ട്രാൻസ്പെറൻസി, 2 വെരിഫയബിലിറ്റി, 3 സീക്രസി. ഇത് 3ഉം എൻഷുർ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതായത് ഇലക്ഷൻ പ്രക്രിയ സംശയത്തിന് അതീതമായിരിക്കണം, അത് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ആ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ VVPAT, അതായത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് 2017 ഗുജറാത്ത് ഇലക്ഷനോടനുബന്ധിച്ചാണ് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ചെയ്യാൻ തീരുമാനിച്ചത്. താങ്കൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഒരു പക്ഷേ താങ്കളുടെ ഭരണനിർവഹണ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിച്ച ആളാണ്. പക്ഷേ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് താങ്കൾ അവസാന വാക്ക് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ഇതൊരു സാങ്കേതിക വിദ്യയാണിത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. സാങ്കേതിക വിദ്യ ഒരിക്കലും ഫാൾട്ടർ ചെയ്യില്ല, ഫഡ്ജ് ചെയ്യില്ല എന്ന് നിങ്ങൾ അവസാന വാക്കായിട്ട് എന്തുകൊണ്ട് പറയുന്നു? ഒരു സംശയമുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചൂടെ? തീർച്ചയായിട്ടും അത് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കണം. അത് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇപ്പം അല്ല, എപ്പോഴൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ ആ സമയത്തൊക്കെ ഇത് പരിശോധിക്കാൻ തയ്യാറാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി പല നടപടികളും എടുത്തത്. അതിൽ VVPAT വന്നു. VVPATന് ശേഷം പിന്നെ നേരത്തെ ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിന് മാത്രം റാൻഡമായിട്ടുള്ള ചെക്കിംഗ് മാത്രമാണ്, കൗണ്ടർ ചെക്കിംഗ് നടത്തുന്നത്. ഡോക്ടർ PJ അലക്സാണ്ടർ, ശ്രീ കമാൽകുട്ടിക്ക് എന്താ പറയുക, യാതൊരുവിധ സംശയവുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിന്റെ എന്താ പറയുക, ഇതിന് ചുക്കാൻ പിടിച്ച ആളാണ്, ഇതിന് നേതൃത്വം നൽകിയ ആളാണ്. ഈ പറയുന്ന അപവാദ പ്രചരണങ്ങൾ മാത്രമാണ് ഇപ്പൊ ഈ സെയ്ദ് ഷൂജ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയും. ഞാൻ സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് വരുന്നതിന് മുൻപ്, ഈ മെഷീൻ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ നടത്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞങ്ങൾ. പക്ഷേ അറിയാമല്ലോ, ഇന്ത്യയിൽ രണ്ടാമത് പോലീസ്മാൻ 100 വാരയ്ക്ക് അകലെ നിന്ന് നടത്തുന്ന ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്ത് ധിക്കാരമാണെന്ന് നോക്കൂ. വി വോണ്ട് ബി ബുള്ളിഡ് ഇൻ ടു ഗിവിംഗ് എ EVM, സേസ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇദ്ദേഹം ആരാ? ഇന്ത്യയിലെ സാധാരണക്കാരൻ വോട്ട് ചെയ്യുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ചെല്ലണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് തെറ്റാണോ? അത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആയിരിക്കണം. നോബഡി ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തെറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ഹിന്ദുവിൽ വന്ന 2 സമ്പത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ EVM മസ്റ്റ് ഗോ എന്ന് പറഞ്ഞു. വേറെ ഒരെണ്ണം വന്നിട്ടുണ്ടല്ല, ഇത് ശരിപ്പെടുത്തിയാൽ മതി. മമതാ ബാനർജി ആൻഡ് ഗ്രൂപ്പ് അവർ കൂടി പറഞ്ഞു EVM-നെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരു സസ്പീഷനുള്ളൊരു സിസ്റ്റത്തിനെ വൈ നോട്ട് ബി സബ്ജക്റ്റ് ടു എ തറോ എക്സാമിനേഷൻ, സീ ദാറ്റ് അങ്ങനെ വേണ്ടതിനൊന്നും കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന്. അലക്സാണ്ടർ, ഞാൻ ഒരു സെക്കൻഡ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആരോപണങ്ങളും സംശയങ്ങളും സന്ദേഹങ്ങളും ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലരും വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് ആരും വന്നില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനൊരു സംശയം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന
നിലപാടുകളെ മുഴുവൻ അത് പിന്നെ എന്താ പറയുക ചിത്രീകരിക്കലേ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തും ഞാൻ 6 മാസം മുമ്പ് അമേരിക്കയിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് അവസാനം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഇലക്ഷൻ മെഷീനെ കുറിച്ച് അത്ര തീരെ വളരെ കംഫർട്ടബിൾ ആകണ്ട, നിങ്ങളുടെ ഇലക്ഷൻ മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, അവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് മറ്റാളോട് പറയണം. ഞാനിപ്പോൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇന്ത്യയിലെ ഗവേഷണ ശാലകളിൽ നമ്മൾ ചാനലിലേക്ക് ആളിനെ അയക്കാനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല കോളേജസ് ഉണ്ട്, നല്ല ഇലക്ട്രോണിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് R&D ഉള്ളതുണ്ട്. ഇങ്ങനെ ഒരു 8-10 സ്ഥലങ്ങളിൽ ഈ ഒരു മെഷീൻ അങ്ങ് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, ഇതുകൊണ്ട് തോന്നിയ ദിവസം കാണിക്കാൻ ഒക്കുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് പറയട്ടെ, ഇല്ല സാധിക്കില്ല, ദിസ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയട്ടെ. വൈ ഷുഡ് ബി അബോവ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു സംശയത്തിന് നേരിൽ ചെയ്യുന്നു? അല്ല, ഇപ്പൊ താങ്കൾ ഉദ്ധരിച്ച ഞാൻ ആ ആർട്ടിക്കിളൊക്കെ വായിച്ചു, ഹിന്ദുവിൽ സമ്പത്ത് എഴുതിയത്, അതായത് 2 ഘട്ടമുണ്ട്, അതൊക്കെ വായിച്ചു. പക്ഷെ സമ്പത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രം ആയിക്കോട്ടെ, അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. താങ്കൾ ഈ രംഗത്ത് ഒരു എക്സ്പേർട്ടിനെ അല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്. പത്രത്തിൽ വരുന്ന മുഖപ്രസംഗം അനുസരിച്ച് മുൻ DGP ആയ താങ്കൾക്ക് പോലീസിംഗ് നടത്താൻ പറ്റുമായിരുന്നു. സുകുമാർ സെൻ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ ഒരു കടലാസ് എടുത്ത് കൊടുത്തിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞ കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇലക്ഷൻ നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 5, 6, 10 വർഷം കൂടെ അത് കഴിയാമായിരുന്നു. പക്ഷേ ഇവിടെ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിൽ ഒരു ഇലക്ഷൻ വേണമെന്നുള്ള അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് കൺവിക്ഷൻ കൊണ്ട് അത് പോയിട്ട് വന്നത്. ആൻഡ് സുകുമാർ സെൻ മെയ്ഡ് എ പെർഫെക്റ്റ്. നമ്മൾ ഓരോ പ്രാവശ്യങ്ങളായിട്ട് മാറി മാറി വന്നു. ഞാൻ ഈസ്റ്റ് മോറിൽ ഇലക്ഷൻ നടത്തുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് എന്നോട് ഗ്രീൻലാൻഡിൽ നിന്നൊക്കെ വന്ന പിള്ളേർ ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിൽ എന്താ ഇത്രയും വലിയ രാജ്യമായി കഴിഞ്ഞ് നിങ്ങൾ കോഴിയും ആനയും സൈക്കിളും ഒക്കെ വെച്ച് എങ്ങനെയാണ് നടന്നത്? അവർക്കറിയില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ കൂടെ വോട്ട് ചെയ്യിക്കാൻ സാധിക്കണമെങ്കിൽ സിമ്പിൾ വേണമെന്ന് അവർക്കറിയില്ല. എൻ്റെ പോയിന്റ് അതല്ല. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, താങ്കൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട. അല്ലല്ല, നോ, എൻ്റെ അതല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആ കാലത്ത് നിങ്ങളുടെ തോക്കാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഉണ്ടായത് കൊണ്ട് അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നിങ്ങളും കൂടെ കൂടിയിരുന്നു പല സ്ഥലങ്ങളിലും. ഞങ്ങൾ കൂടെ കൂടിയില്ലെന്നല്ലേ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വോട്ടിട്ട അടിച്ചിട്ട് കുട്ടിക്കകത്തിട്ട് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഇലക്ട്രോണിക് മെഷീൻ പുറകോട്ട് പോണ്ട, ബട്ട് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഓക്കെ, നമ്മോടൊപ്പം BJPയുടെ RSS പ്രചാരകനാണ്, BJP ദേശീയ സംസ്ഥാന ഡൽഹിയിൽ നിന്നുള്ള ആളാണ് പുരുഷോത്തമൻ. താങ്കൾ അടുത്ത കാലത്ത് ഒരു വിവാദ പുരുഷനായിരുന്നു. അതായത് ശ്രീ രമേശ് ചെന്നിത്തല താങ്കളെയും കൂടി നിൽക്കുന്ന പടമൊക്കെ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണം എന്ന് പറയുന്ന ചർച്ചയിടയ്ക്ക് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ആരും പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പറഞ്ഞില്ല. ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം പറയാണ് EVM മാറ്റണം, അതിന് മാറ്റിയിട്ട് പല രീതിയിൽ കൊണ്ടുവരണം എന്നിവർ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ആ 5 സംസ്ഥാനങ്ങളിലും 3 സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള അവിടുത്തെ സകല MLA-മാരും ഗവൺമെൻറ് 3 സ്റ്റേറ്റ് ഗവൺമെൻറ്റും രാജിവെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഇതിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് EVM-ൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്നും രാജിവെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ EVM വേണം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. അതൊന്നും ഇല്ലാതെ EVM ഇലക്ഷൻ മുൻ കണ്ടിട്ട് പറയാണ്, ഇപ്പം ലോക്സഭാ ഇലക്ഷൻ കണ്ടിട്ട് പറയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇത് EVM വേണ്ട എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ കുറേ IT എക്സ്പെർട്സ് ഇറങ്ങിയിട്ടുണ്ട്, വിദഗ്ധന്മാർ. ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ് ബ്രിട്ടാസ്? ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്? ഇവർക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയം, അവരുടെ വ്യക്തമായ അജണ്ടയുണ്ട്. ഏതെങ്കിലും നമ്മൾ ഇതിലൊക്കെ ഉപരി നമ്മൾ ഈ പരവൂരെങ്ങോട്ടാണ്, കേരളത്തിൽ തന്നെയാണ് ആദ്യം ഇത് പരീക്ഷിച്ചിട്ടുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സായിപ്പ് എവിടുന്നോ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ പല കണ്ടുപിടുത്തങ്ങളും പല പരീക്ഷണങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വേണ്ട, അത് കൊള്ളുകയില്ല എന്നുള്ള ആ സമീപനം തെറ്റാണ്. പറഞ്ഞിട്ട് സാറ് പറഞ്ഞു ഞങ്ങളുള്ളതുകൊണ്ടാണ് ഇതിന് കുഴപ്പമില്ലാതാക്കിയെന്ന്. 1982 പരവൂരിലെ ശിവൻപിള്ളയുടെ ഇലക്ഷന് ശിവൻപിള്ള ആദ്യം ജയിച്ച് രണ്ടാമത് ബാലറ്റ് വെച്ചപ്പം 4000 വോട്ടിന് ജോർജ് ജയിച്ചു. അന്ന് തൊട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ ചെറുത്തൂടായിരുന്നു. എവിടെ പോയിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ?
ഞാനും സർക്കാർ സാറിന്റെ കീഴിൽ ജോലി ചെയ്ത ഒരാളാണ്. ഇങ്ങനെയാണ് ഏത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും ഇതാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. അതായത് ജോസഫ് സി മാത്യു, താങ്കൾക്കെതിരെ ഒരു ഒളിയമ്പ് പുരുഷോത്തമൻ വിട്ടു. ആ ഒളിയമ്പ് പലർക്കെതിരെയും വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനിൽ ബോസിനെതിരെ വിട്ടു, ഡോക്ടർ PJ അലക്സാണ്ടറിനെതിരെ വിട്ടു. അതായത് IT വിദഗ്ധൻ എന്നുള്ള വേഷത്തിൽ പല ആൾക്കാർ ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് പരിശോധിക്കണം. അതാണ് പുരുഷോത്തമൻ പറഞ്ഞത്. പ്രചാരകരാണ്, RSS പ്രചാരകരാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് IT പഠിച്ചുകൂടാ എന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നാളെ ചിലപ്പോൾ നിയമനിർമ്മാണം കൊണ്ടുവരുമോ എന്ന് എനിക്ക് അറിയില്ല ഈ പോക്ക് പോയാൽ. അപ്പോൾ അദ്ദേഹം അതിന് ശ്രമിക്കുമായിരിക്കും. അദ്ദേഹം പറഞ്ഞതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കൂ, സായിപ്പ്, വിദേശം എന്നൊക്കെ പറയുന്നത് ഇവർ ഈ നാഷണാലിറ്റിയുടെ ഒരു ചുവട് പിടിച്ച് ഇതെല്ലാം എതിർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. എന്ത് പറഞ്ഞാലും നാഷണാലിറ്റി എന്ന് പറയും. ഈ EVM എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തോ കണ്ടുപിടിച്ച ഒരു മഹാസംഭവമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ലോകത്തെമ്പാടും പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്ര വ്യാപകമായിട്ടല്ലെങ്കിൽ പോലും. ഇത് ഉപയോഗിച്ചതിൽ ഈ 2018 അമേരിക്കയിൽ നടന്ന ഒരു ഹാക്കത്തോൺ, ഡെഫ്കോൺ എന്ന് പറയുന്ന വോട്ടിംഗ് വില്ലേജ് ഒരു കോൺഫറൻസിൽ വെർജീനിയയിൽ 2003 മുതൽ 2015 വരെ ഉപയോഗിച്ചിരുന്ന വിൻവോട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട്. അത് പെൻസിൽവേനിയ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നെല്ലാം സാങ്കേതിക വിദഗ്ധർ പറഞ്ഞു ഇത് ഹാക്ക് ചെയ്യാവുന്നതാണ്, ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ അവിടുത്തെ അധികൃതർ പറഞ്ഞു ഒരു തരത്തിൽ ഇത് വെറുതെ അപവാദ പ്രചരണമാണ്, ഇത് ഫുൾ പ്രൂഫാണ്. പക്ഷെ അവിടെ ഒരു ഡിജിറ്റൽ മില്ലേനിയം കോപ്പിറൈറ്റ് ആക്ട് ഒരു നിയമം മൂലം ഇത് കയറി അങ്ങനെ തെളിയിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2015 ഒരു അമെൻമെന്റ് വന്നു. അതോടുകൂടി ആൾക്കാർക്ക് ഇത് പരിശോധിക്കാമെന്നായി. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന കോൺഫറൻസിൽ വെച്ച് ഒരു 7 വയസ്സുകാരൻ അതിൽ നുഴഞ്ഞു കയറി. 2ാമത്തെ മിനിറ്റിൽ അതിൽ ഒരാൾ നുഴഞ്ഞു കയറി, 90ാമത്തെ മിനിറ്റിൽ അതിൽ നിന്നൊരു പാട്ട് പാടിച്ചു. അത്രേ ഉള്ളൂ ഈ മെഷീൻ. അത് കഴിഞ്ഞപ്പോൾ ഇത് പിൻവലിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെയും ഈ വിശ്വാസ്യത സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്ക് അത്രയും വിലയേ ഉള്ളൂ. ശ്രീ കമാൽകുട്ടി സാർ പറഞ്ഞ കാര്യം ട്രാൻസ്പെറൻസി, അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളും എന്ത് ട്രാൻസ്പെറൻസി ഇതിലുള്ളത്? ഇതിന്റെ കോഡ് ഇലക്ഷൻ കമ്മീഷൻ പോലും കണ്ടിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ 2 പഠന സംഘങ്ങളെ നിയമിച്ചു. അവർ 2 പേരും കോഡ് പരിശോധിച്ചിട്ടില്ല. അവർ പ്രസന്റേഷൻ PPT പ്രസന്റേഷൻ കണ്ടിട്ട് അപ്രൂവൽ കൊടുത്ത പഠന സംഘത്തെയാണ് ഏൽപ്പിച്ചത്. ഇതിലെ കോഡിന് ട്രാൻസ്പെറൻസി ഇല്ല, വേരിഫയബിലിറ്റി. ഇപ്പൊ ജർമ്മൻ സുപ്രീം കോടതി ഈ EVM ബാൻ ചെയ്തു. അതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾക്കൊരു റീകൗണ്ടിങ് പോലൊരു പ്രക്രിയ ഇതിൽ കഴിയില്ല, ട്രേസബിലിറ്റി ഇല്ല. അനിൽ ബോസ്, 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങൾ നിങ്ങൾ അധികാരത്തിൽ വന്നു, അതാ പുരുഷോത്തമൻ പറയുന്നത്. ആ 3 സംസ്ഥാനത്തിൽ അധികാരത്തിലേറിയ മുഖ്യമന്ത്രിമാർ രാജിവെച്ചിട്ട് പറയുക, അതായത് EVM എന്നുള്ളത് കുഴപ്പം പിടിച്ച സാധനമാണ്, ബാലറ്റിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരാമെന്ന് അദ്ദേഹം പറയും. ഇല്ല, അതൊക്കെ ഒരു ബാലിശമായ, തമിഴ്നാടൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രപ്പോസലാണ്. അതൊക്കെ വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടും ബാലിശമായിട്ടുമുള്ളൊരു ആവശ്യമാണ്. നിലവിൽ EVM-നെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ വ്യാപകമായ സംശയമുണ്ട്. കോൺഗ്രസ് പാർട്ടി EVM-നെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിട്ടില്ല. EVM കൊണ്ടുവന്നത് സമയവേഗം അത് പാലിക്കുന്നതിന് വേണ്ടിയാണ്, ബാലറ്റ് എണ്ണി വരുന്നതിനുള്ള ബാലറ്റിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. അല്ല, അങ്ങനല്ല. സ്വാഭാവികമായിട്ടും ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സർവേകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനങ്ങൾ വരുന്നു. അത് വരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സംശയത്തിന് ഇട നൽകുന്നത്. അല്ല, അത് മാത്രമല്ല, സർവേകൾ വിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ. പല സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പല തെരഞ്ഞെടുപ്പുകളും കൃത്യമായ സർവേകളാണ്. ഭൂരിപക്ഷം സർവേകളിലും നല്ല സർവേകൾക്ക് അനുസൃതമായിട്ടൊക്കെയാണ് ഏറെക്കുറെ ഒരു 80% അനുസൃതമായിട്ടാണ് റിസൾട്ടും വരുന്നത്. അതെ, ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറഞ്ഞത് EVM-നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലങ്ങളായി നടക്കുന്ന വ്യാപകമായ ആക്ഷേപങ്ങളുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം പല സ്ഥലങ്ങളിലും പിന്നെ ഇലക്ട്രോണിക് മെഷീൻ വഴിയിൽ കിടക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് വ്യാപകമായ ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് VVPAT അത് 50% അത് നടപ്പിലാക്കിക്കൊണ്ട് ഉള്ള ഒരു പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകണം. ഇപ്പോഴായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ഇലക്ഷന് ശേഷം, ഗുജറാത്ത് ഇലക്ഷനോടനുബന്ധിച്ച് കൂടുതൽ സംശയം ഉയർന്നു വരികയും വ്യാപകമായ ആക്ഷേപം ഉണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള രജ്പുത്ത് ഫയൽ ചെയ്ത കേസാണ്. അഭിഷേക് സിംഗ്വിയാണ് ഹാജരായത്. ഞാൻ അന്നേ ദിവസം കോടതിയിൽ അത് മുഴുവൻ കേൾക്കാനുണ്ടായിരുന്ന ആളാണ്, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ.
അപ്പോൾ അവിടെ അന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. EVM-നെ കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് ശരിവെച്ചിട്ടില്ല. വിമർശനങ്ങൾ ഉൾക്കൊള്ളാം എന്ന് പറയുന്നതിനപ്പുറം അതിന്മേൽ ഒരു തീരുമാനമെടുക്കാനോ വിവിപാറ്റ് പോലും പരിശോധിക്കാനോ കൗണ്ട് ചെയ്യാനോ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായി ഒരു പുതിയ സമവായത്തിലൂടെ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട പരിഷ്കരണം അടക്കം ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കേസ് സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുക. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വേർഡിക്റ്റും വന്നിട്ടില്ല. അല്ല, വിധി വന്നെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഉത്തരവും വന്നിട്ടില്ല. ഇല്ല, വന്നില്ല. അതെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് ഇപ്പൊ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന്റെ പരിപൂർണ്ണ ചുമതല. ആർക്കും ഇടപെടാൻ, കോടതികൾക്ക് പോലും ഇടപെടാൻ പറ്റില്ല. തിരിച്ചു വരാം. സുനിൽ, നുഴഞ്ഞു കയറല്, ഇപ്പം ജോസഫ് സി മാത്യു പറഞ്ഞു ഒരു 7 വയസ്സുകാരൻ അതിൻ്റെ കുട്ടി പോലും നുഴഞ്ഞു കയറി. അതായത് ഈ നമ്മുടെ വളരെ ഫുൾ പ്രൂഫ് എന്നുള്ള സംവിധാനത്തിലേക്കുള്ള നുഴഞ്ഞു കയറ്റം ഇത് സാധ്യമാണോ? എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ ആദ്യം പറയട്ടെ. എങ്കിൽ പോലും ഇതിന്റെ സാങ്കേതിക സാധ്യതകൾ എന്താണെന്ന് പറയാം. അപ്പൊ നമ്മുടെ മെഷീനിൽ നമുക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളിൽ ഒന്നാമത്തെ 2 ഘട്ടങ്ങളിലാണ്. ഒന്ന്, ഈ മെഷീന് യന്ത്രം നിർമ്മാണ സമയത്തും അത് ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത് നുഴഞ്ഞു കയറാനുള്ള അതിനെന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. 2, ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇതിന് ശേഷമുള്ള സാധ്യത. അപ്പൊ നമുക്ക് 2 സാധ്യത ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സാധ്യതയിൽ ഈ യന്ത്രം ഡിസൈൻ സമയത്ത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് ഡോർ ഈ യന്ത്രം ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാർ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, സോഫ്റ്റ്വെയറിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എപ്പോഴെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. 2, ഈ സോഫ്റ്റ്വെയർ ജോസഫ് സി മാത്യു പറഞ്ഞ പോലെ ജാപ്പനീസ് കമ്പനിയുടെ 1 ടൈം പ്രോഗ്രാമിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മൈക്രോ കൺട്രോളറിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് ആ കമ്പനിയുടെ വിശ്വാസ്യത നമുക്ക് പറഞ്ഞുകൂടാ. ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ നിലനോട്ടത്തിലാണോ ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അവിടെയും ഒരു മാനിപ്പുലേഷൻ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. സാങ്കേതിക സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഇനി അതുകൂടാതെ ഈ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത മൈക്രോ കൺട്രോളറിനെ നമ്മുടെ ഇന്ത്യയിലെ ഫാക്ടറിയിൽ കൊണ്ടുവന്നാണ് മെഷീനിലെ പെട്ടിയൊക്കെ പിടിപ്പിച്ച് സാധനങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ ഈ ഫാക്ടറിക്കുള്ളിൽ നിന്ന് ഇതിനുള്ളിൽ ഒരു സാധനം വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇലക്ഷന് മുമ്പ് ഉണ്ടാകുന്ന സാധ്യതകൾ. അപ്പൊ ഈ 3 സാധ്യതകൾ, ആദ്യത്തെ 2 സാധ്യതകൾ, ഒന്ന് അദ്ദേഹം പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന്റെ ഡിസൈൻ ഓപ്പൺ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധ്യത ഒഴിവാക്കാനാവും. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് എന്താണ് സോഫ്റ്റ്വെയർ ഓടുന്നത്, ഇതിനകത്ത് അതിന്റെ ഡിസൈൻ എന്താണ്, അതിനകത്ത് മൈക്രോ കൺട്രോളർ എന്താണ്, കൃത്യമായ സാധനങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരണം. 2, അപ്പൊ എന്താണ് ഇപ്പൊ മുമ്പിലുള്ള ഓപ്ഷൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായിട്ട് ഓപ്പൺ സോഴ്സ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡിസൈൻ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ വ്യക്തമായി വെരിഫൈ ചെയ്യട്ടെ. സാങ്കേതിക വിദഗ്ധർ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയല്ല ചെയ്യുന്നത്. അല്ല, അവിടെ എങ്ങനെ അപകടങ്ങൾ ക്ഷണിച്ചത്? അത് അവരുടെ ഒരു ബ്യൂറോക്രാറ്റിക് ഒരു സ്റ്റബേൺനെസ് കൊണ്ടാണ് അവർ തരൂല എന്ന് പറയുന്നത്. സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഒരു മെഷീൻ കൊണ്ട് തന്നെ ഇലക്ഷൻ നടത്തണം എന്ന് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇതിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? പുരുഷോത്തമൻ ഇപ്പൊ പറഞ്ഞല്ലോ, അവർ രാജിവെച്ചിട്ട് വരണം. അതൊന്നും നല്ല ഇഷ്യൂ. സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഇവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പറയുന്നത് സാധാരണ വോട്ടറിന്റെ ഒരു അവകാശമല്ലേ? ബിജുമോൻ കേരള പോലീസിന്റെ സൈബർ എക്സ്പെർട്ടാണ്. ഒരു പോലീസുകാരൻ എന്ന നിലയിൽ, അതായത് 2 റോളാണ് താങ്കൾക്കുള്ളത്. എന്നാ കാരണം ഒന്ന് ഇതുപോലത്തെ നുഴഞ്ഞുകയറ്റത്തെ കാണുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്, അതിനെതിരെ നടപടിയെടുക്കുന്ന ആളാണ്. ബിജുമോൻ, എങ്ങനെയാണ് താങ്കളുടെ ഒരു നിലപാടിൽ ഇത് എങ്ങനെ? ഞാനിതിനെ ടെക്നോളജിക്കലി പറയുന്നുള്ളൂ. കാരണം ഇതിനെ ടെക്നിക്കലി നമുക്ക് ഇതിനെ പോസിബിൾ, പൊളിറ്റിക്കലി പറയുന്നില്ല. പൊളിറ്റിക്കലി പറയാൻ എനിക്ക് പറ്റത്തില്ല. രാഷ്ട്രീയത്തിന്റെ മറവിൽ വരുന്ന IT വിദഗ്ധരല്ല. ഇതിനകത്ത് സാങ്കേതികമായിട്ട് ഇവരിപ്പോൾ ജോസഫ് സി മാത്യു ആണെങ്കിലും ഇദ്ദേഹം പറഞ്ഞതാണെങ്കിലും ഇതിനകത്ത് കറക്റ്റാണ്. അതായത് ഇതിന്റെ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേംവെയറിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏത് ടെക്നോളജിയിലും ഫേംവെയർ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനകത്തൊരു ബാക്ക് ഡോർ, ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് പിന്നീട് അവർക്ക് അതിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തരത്തിലാണ് സാധാരണ സാധിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെയാണ്, ഏതെങ്കിലും ഒരു തരത്തിലൊരു വയർലെസ് കണക്ടിവിറ്റി നമുക്ക് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വയർലെസ് കണക്ടിവിറ്റിയിൽ ഇത് ആലാക്കാട്ടല്ലേ, ഇത് ഇൻഡിപെൻഡന്റ് മെഷീൻസ് അല്ലേ? ഇത് ഇൻഡിപെൻഡന്റ് മെഷീനിൽ ഫേംവെയർ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാക്ക് ഡോർ ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് പറയുന്നത്. അതിനൊരു തടസ്സമുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വയർലെസ് ആന്റിനയും വയർലെസ് റിസീവറും കൂടെ വേണം. അത് ഈ 30 വർഷം മുമ്പത്തെ ഡിസൈനാണ്. അപ്പൊ ഇന്നത്തെ ടെക്നോളജി ആന്റിസിപ്പേറ്റ് ചെയ്ത് അവരത് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വയർലെസ്സിലൂടെയുള്ള മാനിപ്പുലേഷൻ പറ്റില്ല എന്നല്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഫാക്ടറിയിൽ വെച്ചിട്ട് ഇതിനകത്ത് സാധനം കയറ്റിന്നിരിക്കട്ടെ, രണ്ടാമത് അസംബിൾ ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അഷ്യൂർ ചെയ്യണം. ഈ സാധനങ്ങൾ അകത്ത് ഒരു ഹാർഡ്വെയർ മോഡിഫിക്കേഷൻ ഇതിന് പിന്നീട് നടന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പൊ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഗോഡൌൺ വെച്ചിട്ട് നടത്തിയാലോ? നമ്മളിപ്പോ വോട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ മിഷൻ, ഇത് 2 പ്രോസസ്സാണ്. ഒരുപക്ഷെ ഒന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നതിലൊരു സുതാര്യത വേണം. അതിനേക്കാൾ പ്രധാനമാണ് ചെയ്ത വോട്ടുകൾ എണ്ണുന്നതിലുള്ള സുതാര്യത.
അത് ഒരു കേവലം പോലീസിന്റെ സുരക്ഷിതത്തിന്റെ അപ്പുറത്ത് ഈ പറഞ്ഞ നമ്മൾ ഇട്ട വോട്ട് തന്നെയാണോ എണ്ണപ്പെടുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് കടമ്പയാണ്. ഇപ്പൊ ഈ ഡിസ്പ്ലേയില് ഒരു മാനിപ്പുലേഷൻ വരുത്തിയാൽ അതെ, ഡാറ്റ ഡിഡിലിംഗ് എന്ന് പറഞ്ഞൊരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ റെക്കോർഡ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിനകത്തൊരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്സസിന് 2-3 പോസിബിലിറ്റി നേരത്തെ തന്നെ പറഞ്ഞു. അത് ഒന്നെങ്കിൽ ആദ്യമേ കിട്ടണം, അതല്ലെങ്കിൽ ഫിസിക്കലി അതിനകത്ത് പിന്നീട് എന്തെങ്കിലും ഒരു കൃത്രിമത്വം നടത്താനോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡിവൈസ് കണക്ട് ചെയ്യാനോ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേ, നമ്മളെപ്പോഴും ചെയ്യുന്ന കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേക്കകത്ത് ഒരു വ്യത്യാസം വരുത്തുകയും ഒറിജിനൽ വോട്ട് അതിനകത്ത് കിടക്കും. കാരണം നമുക്ക് വോട്ടിംഗ് മെഷീനകത്ത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല, VVPAT ഇല്ലാത്തടത്തോളം കാലം. VVPAT ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റീകൗണ്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ടെന്ന് തിരിച്ചും ഇൻഡിവിജ്വലായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സാധ്യത തീർച്ചയായിട്ടും ടെക്നോളജിക്കലി പോസിബിൾ ആണ്. കാരണം 2010 തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കാണാവുന്നതാണ്. ഈ india.evm.org എന്നുള്ള സൈറ്റിൽ ഹരി കെ പ്രസാദും പിന്നെ രണ്ട് വിദേശ ടെക്നോളജിക്കൽ എക്സ്പെർട്ടും കൂടെ അവർ അന്ന് 2 മെഷീൻ ഫിസിക്കലായിട്ട് എടുത്തിട്ട് അതിനെ ഹാക്ക് ചെയ്ത് റിപ്പോർട്ട് ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത് ഇപ്പോഴും അവൈലബിൾ ആണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിന് അന്ന് എനിക്ക് തോന്നുന്നു അവർക്കെതിരെ കേസൊക്കെ എടുത്തു. കാരണം ഈ എങ്ങനെ മിഷൻ എടുത്തു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അവരതിന്റെ അതെ മിഷന് ഹരി കെ പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. മെഷീൻ മോഷ്ടിച്ചതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം അവർക്ക് മോട്ടിച്ചുകൊണ്ട് തുറന്നാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അത് കേസ് എടുക്കണം. അത്രത്തോളം ഉണ്ട് സുതാര്യത. അപ്പോ തന്നെ അദ്ദേഹം, ഞാൻ പറയുന്നത് പരസ്യമായിട്ട് ഇവര് 3 പേര് ഈ പറയുന്ന സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്ന മെഷീൻ ഹാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ മെഷീൻ ഇവർക്ക് എങ്ങനെ കിട്ടി? സൂക്ഷിക്കാതിരുന്ന ഇലക്ഷൻ കമ്മീഷനും എതിരെ കേസെടുക്കേണ്ടതാണ്, അത് പോട്ടെ. അതിന് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തവർ അവർ പറഞ്ഞ ഗുരുതരമായ വിഷയമുണ്ട്. നിങ്ങൾ സുരക്ഷിതത്വം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സാധനം യഥാർത്ഥത്തിൽ ഹാക്ക് ചെയ്യപ്പെടാവുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ഇപ്പോഴും മറുപടിയില്ല. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ അപവാദ പ്രചരണമാണെന്നാണ്. എന്താണ് ജനീഷ് നിങ്ങളുടെ നിലപാട്? ഇപ്പോൾ ലോകത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം, അസ്തിത്വം ജനാധിപത്യ പ്രക്രിയയാണ്. ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാവി തന്നെ അപകടത്തിലാണ് എന്ന് പറയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഭാവി. ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജ്യത്തെ മഹാഭൂരിപക്ഷം സമ്മതിദായർ ആശങ്കയിലാണ്. അവരുടെ ഏറ്റവും പരമപ്രധാനമായ അവകാശം, സമ്മതിദാന അവകാശം, അത് അവർ ഉദ്ദേശിക്കുന്ന വോട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ആശങ്കയിലാണ്. ആ ആശങ്ക പരിഹരിക്കപ്പെടണം. കമാൽക്കുട്ടി, അതായത് ഇവിടെ നിരവധി ആൾക്കാർ അഭിപ്രായം പറഞ്ഞു, ഈ താങ്കൾ വിചാരിച്ചതുപോലെ വളരെ ഇമ്പക്കളായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല എന്നാണ് IT വിദഗ്ധർ പറയുന്നത്. രാഷ്ട്രീയമുള്ള വിദഗ്ധരും രാഷ്ട്രീയം ഇല്ലാത്ത വിദഗ്ധരും പറയുന്നത്. അതായത് ഏത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും കയറിയിട്ട് ടാമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണത്. ഈ സംവിധാനത്തിന്റെ മോഡലാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന ഇന്ത്യ നിലകൊള്ളാൻ പോകുന്നത്. ഇതിന്റെ ഫൗണ്ടേഷൻ തന്നെ ഷേക്ക് ചെയ്യുന്നു. ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോവുകയാണോ? പരിഹാരമാണ്. അതാണ് ഉദ്ദേശിക്കുന്ന പരിഹാരം. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കുറിച്ചുള്ള കോൺട്രവേഴ്സിയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും വിവിധ പത്രങ്ങൾ എഴുതിയ മുഖപ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധാപൂർവ്വം വായിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനോട് ഒരു തരത്തിലുള്ള പ്രായോഗികമായ അല്ലെങ്കിൽ റീസണബിളായ സമീപനം എടുത്തിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ശ്രീ SRP ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം വരുത്താൻ സാധിക്കും, പക്ഷേ അത് വ്യാപകമായി വരുത്തേണ്ടത് പ്രയാസമാണ്. ഏതെങ്കിലും ഒരു മെഷീനിൽ കൃത്രിമത്വം നടത്തിയത് കൊണ്ട് മാത്രം ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്നലെ എഴുതിയ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനി അസന്നിഗ്ധമായി പറഞ്ഞു, ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല, അത് പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇപ്പം സംസാരിച്ച CPM-ൻ്റെ ആളാന്ന് പറഞ്ഞ് സംസാരിച്ച ആൾ SRPക്കും പറഞ്ഞതിന് എതിരായോ സംസാരിക്കുന്ന എനിക്കറിയില്ല. അല്ലെങ്കിൽ ദേശാഭിമാനി കേരള CPM-ൻ്റെ മുഖപത്രമാണ് ദേശാഭിമാനി പറഞ്ഞതാണ് ശരിയെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തള്ളിക്കളയേണ്ടതില്ല, പക്ഷേ ഇത് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി, ഇത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കണം. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇത്
സുതാര്യമാണ്, ഇതിൽ കുഴപ്പമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കടമ ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അത് വെറുതെ ഇത് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ഇത് പറയുന്ന ആൾക്കെതിരായിട്ട് കേസെടുത്താനും പോരാ. അതിനുമപ്പുറം ഇത് സുതാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. ആ ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ നിറവേറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം താങ്കൾ ഈ പറയുന്ന വേളയിൽ നമ്മുടെ മുമ്പിലുള്ള പത്രങ്ങളിലും നമ്മുടെ മുന്നിൽ തെളിയുന്ന ടെലിവിഷൻ സ്ക്രീനിലും വരുന്നത് ഇത് സംബന്ധിച്ച് ഒരു സംവാദത്തിനും ചർച്ചയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. ഞങ്ങൾ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് മുമ്പോട്ട് പോകും. ഒരാളുമായിട്ടൊരു നെഗോസിയേഷനോ ചർച്ചയോ ഡിബേറ്റോ എന്തിനേറെ ഒരു സംവാദത്തിനോ തയ്യാറല്ല, ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഞാനതിൽ അനുകൂലിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ സുതാര്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. സുതാര്യത ഉറപ്പുവരുത്താൻ മാത്രമല്ല, പണ്ട് ആരെയോ ഭാര്യയെക്കുറിച്ച് പറയാറില്ലേ, അതായത് ചെയ്യിസ്റ്റായിരിക്കണം എന്ന് മാത്രമല്ല, ചെയ്യിസ്റ്റാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൂടി ചെയ്യണം. ആ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. ഞാൻ ഇതുവരെ ഉള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചു. ആ അഭിപ്രായങ്ങൾ എല്ലാവരും തന്നെ ഇത് സുതാര്യത ഉറപ്പുവരുത്തുന്നത് മാത്രമാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് 2012 മുതൽ 2015 വരെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന VS സമ്പത്തിനെയാണ് ഇതിൽ നമ്മുടെ ഷെയ്ഖ് സൂജ എന്ന് പറഞ്ഞ വിദ്വാൻ വലിച്ചഴിച്ചിരിക്കുന്നത്. ഈ 2012 അദ്ദേഹം VS സമ്പത്ത് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിച്ചത് BJP ഗവൺമെൻറ് അല്ല, UPA ഗവൺമെൻറ് അവസാന കാലത്താണ്. അതുകൊണ്ട് തന്നെ BJPക്കാർ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുമാതിരി തന്നെ ഈ AK ജ്യോതി എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണർ ഗുജറാത്തിലെ ഇലക്ഷൻ തീയതി പ്രഖ്യാപന കാര്യത്തിൽ ചില അപാകതകൾ വരുത്തി, ഒരു ഡീവിയേഷൻ വരുത്തി. അതിനെ ശക്തിയായി എതിർത്ത ആളാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭമെന്ന് ഞാൻ കരുതുന്ന SY ഖുറൈഷി. അദ്ദേഹം പോലും അദ്ദേഹം എഴുതിയ പല ലേഖനങ്ങളിലും അദ്ദേഹം EVM വളരെ ശക്തിയായി അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് EVM കൂടുതൽ സുതാര്യമാക്കൽ നടപടിയെടുക്കല്ലാതെ പിന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരി. ഈവൻ ബാലറ്റ് പേപ്പറിൻ്റെ കാര്യത്തിൽ ബാലറ്റ് പേപ്പറിലേക്ക് നമ്മൾ പിന്നോട്ട് പോയാലും അവിടെ അതിൻ്റെ സുതാര്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. എത്രയോ വോട്ട് പിടുത്തങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതുമാതിരിയല്ല, അതുമാതിരി മാത്രമല്ല 1979 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് രാജനാരായണൻ്റെ ആരോപണം എന്താണ്? ഇന്ദിരാഗാന്ധി കൈചിഹ്നത്തിന് കുത്തിയ വോട്ടാണ് അവിടെ പെട്ടിയിലിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതെന്നാണ്. പക്ഷേ ഒരിക്കലും ഇന്ദിരാഗാന്ധി തോക്കുമെന്ന് കോൺഗ്രസ് തോക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ഇന്ദിരാഗാന്ധി തോക്കുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സാക്ഷാൽ ഇന്ദിരാഗാന്ധി ഡ്രൈവറിൽ രാജാനാരായണോട് പരാജയപ്പെട്ടു. പിന്നെ രാജനാരായണൻ അദ്ദേഹം ഉന്നയിച്ച ആരോപണം അദ്ദേഹം തൊണ്ട കൂടാതെ വിഴുങ്ങി. പോളിറ്റ് ബ്യൂറോ നടത്തിയ പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് താങ്കൾ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് വ്യക്തമാകാഞ്ഞതുകൊണ്ടാ. ഞാൻ പറഞ്ഞ എന്താ, ഈ ഉയർന്നു വന്ന വെളിപ്പെടുത്തലിന്റെ ആശങ്ക ജനങ്ങളുടെ പരിഹരിക്കപ്പെടണം. എങ്ങനെ പരിഹരിക്കപ്പെടണം? ഈ വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറയുകയാണ് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ആശങ്ക പരിഹരിക്കുന്നത്. അത് അന്വേഷിക്കണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ടതില്ല, ആ സംവിധാനം മുമ്പോട്ട് പോകണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുക. പക്ഷെ ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത് വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന പെർസെ ഡെമോക്രസിയുടെ ഒരു ഡെത്ത്നെല്ലാണ് അല്ലേ? അതിൽ നേരത്തെ ബ്രിട്ടാസ് ട്യൂട്ടീവ് കാണിച്ച 2 ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന് വോട്ട് രേഖപ്പെടുത്തലും, 2 എണ്ണിത്തിട്ടപ്പെടുത്തലും. എൻ്റെ വിചാരം വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയ ഒരിക്കലും ഒരു പ്രോഗ്രാമബിൾ ഡിവൈസിലാകരുത്. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ പോലെ IT വിദഗ്ധർക്ക് മനുഷ്യരാണ്, രാഷ്ട്രീയമുണ്ട്, പണം തന്നാൽ വീഴുന്നവരാണ്. ഇലക്ഷൻ കമ്മീഷണർമാർക്കും രാഷ്ട്രീയമുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ പോലും അറിഞ്ഞോളണം എന്നില്ല. എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് പ്രോഗ്രാമുകൾ ആകുന്നതിൽ തെറ്റില്ല. കാര്യം എന്താണ്? അത് വെരിഫൈ ചെയ്യാം, വീണ്ടും പോയിട്ട് നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം. പ്രൈമറി ഡാറ്റ ഈസ് നോട്ട് ബീങ് മാനിപ്പുലേറ്റഡ്. ഇവിടെ ഈ സമ്പ്രദായം അദ്ദേഹം ചോദിച്ച എന്താണ് സജഷൻ എന്നുള്ളതിൽ ഇതാണ് സജഷൻ എന്നാണ് എൻ്റെ വിചാരം. ഇപ്പോഴത്തെ ഇലക്ഷനിൽ പോലും VVPAT പറഞ്ഞതുപോലെ ഒരു 15% മണ്ഡലങ്ങളിലെങ്കിലും 2ഉം എണ്ണിത്തിട്ടപ്പെടുത്തുകയും, കാരണം പെട്ടെന്നൊരു മാറ്റം നമുക്ക് സാധ്യമല്ലായിരിക്കാം. 2ഉം തുല്യമല്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ ഈ പേപ്പർ ബാലറ്റിന് തുല്യമായ VVPAT എണ്ണുകയും വേണം. നമ്മൾ പറയുന്ന പോലെ VVPAT കറക്റ്റ് ആകുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, അന്നേരം കറക്റ്റായിട്ട് അത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന പേപ്പർ ബാലറ്റ് ഏതാണ്ട് വലിയ പാതകമാണ്. ഈ ബൂത്ത് പിടുത്തമൊക്കെ ഇവിടെയും നടക്കും. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറയണം. ഒരു മിനിറ്റിൽ 5 എണ്ണമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഘടിപ്പിച്ചാൽ അത് മാറ്റാമെന്ന് ഈ പറഞ്ഞ പഠനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് മാത്രമുള്ള വെളിപ്പെടുത്തലുകളല്ല വരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കൃത്രിമം നടത്തി അതിൽ പങ്കാളിയായിരുന്ന ഗോപിനാഥ് മുണ്ടെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് ഇനിയും നമ്മുടെ പുരുഷോത്തമൻ പറഞ്ഞതുപോലെ ഷൂജയുടെ അന്വേഷണം വേണ്ട, വെളിപ്പെടുത്തൽ വേണ്ട. ഗോപിനാഥ് മുണ്ടയുടെ ബന്ധു കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞു ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾ അന്നേ പുരുഷോത്തമൻ നിങ്ങളിപ്പോൾ ആദ്യം
നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് IT വിദഗ്ധന്മാരുണ്ട്, IT വിദഗ്ധന്മാർക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒറ്റ കാര്യം താങ്കൾ ഒരു RSSന്റെ പ്രധാനപ്പെട്ട പ്രചാരകനായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ആളാണ്. എന്തുകൊണ്ട് താങ്കളുടെ സമുന്നത നേതാവായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ ജീവഹാനിയെ കുറിച്ച് അന്വേഷണം നടത്തിക്കൂടാ? നിങ്ങൾ അതും തയ്യാറല്ല. നിങ്ങൾ VVPAT വിട്, നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിട്. നിങ്ങളുടെ നേതാക്കളുടെ കൊലപാതകം വേണ്ടേ, അല്ലെങ്കിൽ മരണം വേണ്ടേ? കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നു, BJP പോലുള്ള സംഘടനകൾ കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇത് 21ാം നൂറ്റാണ്ടാണ്. ഇപ്പം ഈ സാങ്കേതിക വിദഗ്ധരുടെ കയ്യിലെല്ലാം ഈ മൊബൈലുണ്ട്, അവരുടെ വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ ഹാക്കിങ്ങും മറ്റേ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവരുടെ കയ്യിരിക്കുന്ന മൊബൈലൊന്നും വേണ്ട, ഇതിലെല്ലാം അതും ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതൊന്നും വേണ്ട, നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് പോകാം, ലാൻഡ് ലൈൻ മതി, അല്ലെങ്കിൽ ലാൻഡ് ലൈനും വേണ്ട. ഈ വക കാര്യങ്ങളിലോട്ട് പറയുന്നത് BJPക്ക് ഉന്നയിക്കുന്ന ആരോപണം കാളവണ്ടിയത്തിനെ കൊണ്ട് പോകുന്നു പറയുന്നു. അങ്ങനെ പറയുന്ന ആൾക്കാർ EVM കാര്യത്തിൽ മാത്രം പറയുന്നു. EVM വേണ്ട. ഇതിൻ്റെ ഒറ്റ വ്യക്തമായി പറയുന്നു, ഇത് ഞാൻ വ്യക്തമായി പറയുന്നു, ഇത് ബൂത്ത് ക്യാപ്ചറിങ് നടക്കുന്നുണ്ട്. അത് ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല. നിങ്ങൾ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ 80കളിൽ ഡൽഹിയിൽ, നിങ്ങൾ UPയിലൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളാണ്, റിപ്പോർട്ടിങ് നടത്തിയിരുന്ന ആളാണ്. നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട്. അവിടെയൊക്കെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ അനുസ്യൂതം നടന്നുകൊണ്ടിരുന്ന പരിപാടി ബൂത്ത് ക്യാപ്ചറിങ്, അതിപ്പം നടക്കാൻ പറ്റുന്നില്ല. ബൂത്ത് ക്യാപ്ചറിങ് നടക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യം താങ്കളോടൊരു ചോദ്യം, ജോസഫ് സി മാത്യുവിന്റെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സത്യത്തിൽ എന്തിനാ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വെച്ചിരിക്കുന്നത്? വലിയൊരു സുരക്ഷിതത്വ ഘടകമായിട്ട് പറയുന്നത് സ്റ്റാൻഡ് അലോൺ ആണ്. മറ്റ് കമ്പ്യൂട്ടറുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ 80കളുടെ അവസാനത്തിലുള്ളതാണ് ഈ പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് വികസിച്ചു കഴിഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാം അറിയാം. എന്തിനാണ് അത് വേണ്ടെന്ന് വെച്ചത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ തമ്മിൽ ഹലോ എന്ന് എഴുതി കളിക്കുന്ന മെസ്സേജും ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനവും ഒരേപോലെ ഇക്വേറ്റ് ചെയ്താൽ അതുകൊണ്ടാണ് എൻ്റെ മൊബൈലിനെയും ഈ EVM-ന്, മൊബൈൽ അത്ര മോശമാണെന്നല്ല, ഞാൻ പല കാര്യങ്ങളും ഉപയോഗിക്കാറില്ല, അത് പോട്ടെ. ഞാൻ പറയുന്ന രണ്ടുപേര് നമ്മൾ തമ്മിൽ നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു സാങ്ക്ടിറ്റിയെ ഇലക്ഷൻ ഉള്ളൂ എന്ന് ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് നെറ്റ്വർക്കിംഗ് വേണ്ട, സംസാരം വേണ്ട എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് വെറുതെ സാങ്കേതിക വിദ്യയെ പുൽകുക എന്നുള്ള രീതിയിൽ പറയുന്നത് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയാം. സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അജ്ഞതയാണ് താങ്കൾ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യ അജ്ഞതയാണോ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞില്ല അങ്ങനെ. അത് ഞാൻ ഈ കമ്പ്യൂട്ടർ, ഈ മൊബൈല് ഇവർ ഉപയോഗിക്കരുത് ഇങ്ങനെ. EVM-ന്റെ കാര്യം മാത്രം, വ്യക്തിപരമായ ആശയവിനിമയം മാത്രമാണ് നടക്കുന്നത്. ഇപ്പം റഷ്യയിലൊക്കെ ഈ ട്രംപിൻ്റെ ഇലക്ഷന് ഇമെയിൽ ചോർത്തി എന്നുള്ള ഹില്ലരി ക്ലിന്റന്റെയും ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഈ EVM മുഖാന്തരമാണ്. അപ്പൊ കമ്പ്യൂട്ടറും ഇമെയിലും അതുപോലെ തന്നെ മൊബൈല്, ഇത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അതവിടെ അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതൊന്നും കാണാതെ EVM-ന് മാത്രം ഇത് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബൂത്ത് ക്യാപ്ചറിങ് നടക്കുന്നില്ല. അത് മാത്രമല്ല, ബ്രിട്ടാസ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബൂത്ത് ക്യാപ്ചറിങ് നടന്നില്ലേ? അതിനുത്തരം പറഞ്ഞില്ല അങ്ങനെ. പിന്നെ പറഞ്ഞ ഒരു കാര്യം, മുണ്ടയുടെ മരണമായിട്ട് ദുരൂഹതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാജേഷ് പൈലറ്റ് എങ്ങനെയാണ് മരിച്ചത്? രാജേഷ് പൈലറ്റ് എങ്ങനെയാണ് മരിച്ചത്? അതുപോലെ തന്നെ എത്രയോ പേര് മരണപ്പെട്ടു. മാധവറാവ് സിന്ധ്യ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഗുരുതരമായ മാധവറാവ് സിന്ധ്യ, രാജേഷ് പൈലറ്റ്, ഇവരുടെ മരണത്തെ കുറിച്ച് താങ്കളുടെ കയ്യിലുള്ള വിവരം എന്താണ്? അത് പറ. അവരുടെ ഞാൻ ഈ പറയുന്ന പോലെ ഇവർ ആരോപിക്കുന്നത് പോലെ മുണ്ടയുടെ മരണത്തിൽ ആരോപണം ഉന്നയിക്കുന്ന പോലെ ആരോപണം അവിടെയും കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താ അന്വേഷിക്കാത്തത്? അതുപോലൊരു ആരോപണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു സെക്കൻഡ്, മാധവറാവ് സിന്ധ്യയുടെയും രാജേഷ് പൈലറ്റിന്റെയും മരണത്തെ കുറിച്ച് എന്ത് ആരോപണമാണുള്ളത്? മാധവറാവ് സിന്ധ്യയും പ്ലെയിൻ അപകടത്തിൽ മരിച്ചു. ഞാൻ പറയുന്നത്
ഇതുപോലെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് അപകടങ്ങളിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. ഗോപിനാഥ് മുണ്ട മരിച്ചു എന്ന് അത് മാത്രം പൊക്കി പിടിച്ച് പറയുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയാനുള്ള കാരണം പറയാനുള്ള കാരണം ഗോപിനാഥ മുണ്ട ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ സഹോദരൻ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, നിങ്ങളെ ഇടയ്ക്കേറി പറയാതെ. ഞാൻ ഈ മാധവരാജ് സിന്ധ്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് എന്താരോപണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ രാജേഷ് പൈലറ്റിന്റെ മരണത്തിൽ ആരും അന്വേഷിക്കാൻ പോയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പലരും അറിയാത്തൊരു കാര്യമാണ്. അറിഞ്ഞിട്ടും അറിഞ്ഞില്ല നടിക്കുന്നവരാണ്. നമ്മുടെ റോബർട്ട് വധര, അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരനും ദുരൂഹത കൊല്ലപ്പെട്ടു ഡൽഹിയില്. ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല, ആരും പറയുന്നില്ല. ഇത് എന്തുകൊണ്ട് ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഗോപിനാഥ് മുണ്ട കൊല്ലപ്പെട്ടു, അതിൽ ദുരൂഹതയുണ്ട്, പ്രമോദ് മഹാജൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിരുന്നത്? ബൂത്ത് പിടിക്കാൻ പറ്റൂല. ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തരാം. കാരണം ഈ ഹരി കെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പേപ്പർ എല്ലാവരും റെഫർ ചെയ്തല്ലോ, അത് ഇംപ്ലൈ ചെയ്യുന്ന പോസിബിലിറ്റി തന്നെ ഈ ഇതുപോലെ ഒരു ബൂത്തിലെ വോട്ടിംഗ് മെഷീനുകൾ പിടിച്ചെടുത്തിട്ട് ഇതിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഇത് വോട്ടിംഗ് മെഷീൻ തുറന്ന് അതിനുള്ള ഒരു ചിപ്പ് പോലെ ഒരു സാധനം ഘടിപ്പിച്ചാൽ നമുക്ക് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വോട്ടുകൾ മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിലേക്ക് ഒരു ഫിസിക്കൽ ആക്സസ് എവിടെയെങ്കിലും വോട്ടിങ്ങിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടുകയാണെങ്കിൽ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ബൂത്ത് പിടുത്തം പോകത്തൊന്നുമില്ല, ബൂത്ത് പിടിക്കാൻ തന്നെ പറ്റും. അപ്പൊ അത് വളരെ വ്യാപകമായി ചെയ്യാനാവുമോ എന്നുള്ളതിലാണ് എനിക്ക് സംശയമുള്ളൂ. വളരെ ലിമിറ്റഡ്. ഇപ്പോൾ ഒരു ബൂത്തിലെ മാത്രം സാധനങ്ങൾ മാറ്റണമെന്നിരിക്കട്ടെ, അപ്പൊ അത് ചിലപ്പോൾ പറ്റിയെന്നിരിക്കും. കാരണം വോട്ടെടുപ്പും എണ്ണലും തമ്മിൽ 1 മാസം 1.5 മാസം. അതായത് ഒരുപാട് മരണങ്ങളിൽ ദുരൂഹതയും സംശയതയും കാണുന്നുണ്ട്. നിങ്ങൾ ഗോപിനാഥ് മുണ്ടേ പ്രമോദ് മഹാജൻ പറഞ്ഞു, അദ്ദേഹം 3 മരണം എടുത്തിട്ടു. രാജേഷ് പൈലറ്റ്, മാധവറാവ് സിന്ധ്യ, അതോടൊപ്പം തന്നെ റോബർട്ട് വധരയുടെ സഹോദരി. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളോ ഈ മരണവുമായി ബന്ധപ്പെട്ട് സംശയം ഉന്നയിച്ച് റോയ് അന്വേഷിക്കണം, അല്ലെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പരാതിയാണുള്ളത്. അത് സംബന്ധിച്ച് ഗവൺമെന്റ് അന്വേഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ലോകത്ത് നടന്നിട്ടുള്ള മുഴുവൻ മരണങ്ങളും അന്വേഷിക്കണമെന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് അവരാലോചിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 201 സീറ്റുകളിൽ ഇലക്ട്രോണിക് മെഷീൻ ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തൽ. അതെങ്ങനെയും ആവട്ടെ, ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ അത്തരമൊരു വെളിപ്പെടുത്തൽ വരികയും അതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. BJPയുടെ പ്രസിഡന്റായിരുന്ന ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ഇങ്ങനൊരു അധികാരം BJPക്ക് കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് നടക്കാത്ത കാര്യങ്ങൾ ഇന്ത്യൻ പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞതാണ് ഗഡ്കരി പറഞ്ഞത്.